ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ജോർദാനിക്ക് ട്രിപ്പ് പോയ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ മോശം അനുഭവത്തെ അവൾ വ്ളോഗാക്കി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വന്ന കമന്റ്സുകളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷിംജിത 2.0 ഇവള് റീച്ചിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവൾ എന്തിനാ ഒറ്റയ്ക്ക് അവിടം വരെ പോകുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് ചേർന്ന കാര്യമാണോ, അള്ളാന്റെ ഇതിൽ അങ്ങനെയൊന്നും ഇല്ല, ഒറ്റയ്ക്ക് പോവരുത്, ഒരാണും പെണ്ണും നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇബ്ലീസ് കയറുമെന്ന് പറഞ്ഞു കുറെ ഉസ്താദുമാർ. അങ്ങനെ പിന്നെ പൈസ ഇല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ട്രിപ്പ് പോവാൻ നിൽക്കുന്നേ, അവന്റെ സേഫ്റ്റി നോക്കണ്ടേ. അത് മാത്രല്ല, ഡോങ്കിയുടെ പുറത്ത് കയറുമ്പോ നീ എന്തുകൊണ്ട് ക്യാമറ ഓഫ് ആക്കി വെച്ചു? അപ്പൊ ആ ഡോങ്കിയുടെ പുറത്ത് കയറുമ്പോ നീ എന്തിന് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചു? അപ്പൊ അവിടെ എന്തോ ഒരു ഇതില്ല, നീ റീച്ചിന് വേണ്ടിട്ടല്ലേ ചെയ്യുന്നുള്ളത്. അപ്പൊ അങ്ങനെയൊന്നും അല്ല. അപ്പൊ ആ പെൺകുട്ടി തന്നെ അതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്തായാലും ഒന്ന് കാണാം. എടുത്തിരിക്കുന്നത് അപ്പൊ ഈ പുള്ളിക്കാരനെ വിശ്വസിച്ച് ഞാൻ പോണ വഴിക്ക് തന്നെ വേറെ സംബന്ധിച്ച് ഇവര് ലൂട്ടിങ്ങിന് ഭയങ്കര മിടുക്കരാണ്. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് കാണുമ്പോൾ നമ്മുടെ നാട്ടിലും അതൊക്കെ ഉള്ളതാണ്. ഇവര് ടൂറിസ്റ്റിനെ കാണുമ്പോഴത്തേക്കും 10ന് 20 പറയും, അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അനാവശ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് പൈസ പോകണ്ട. പിന്നെ എസ്പെഷ്യലി ഇവരുടെ അടുത്ത് നമ്മൾ പൈസ ഉണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ പോണെങ്കിൽ പൈസ ഉള്ളതെന്ന് പറയുന്നത് തന്നെയാണ്. കാരണം ഇവർ പറിച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്കൊരു പുറകെ ഓടാനുള്ള ആരോഗ്യം എനിക്ക് അന്നേരം ഇല്ല, എന്റെ കാലിനെ കൊണ്ട് വയ്യായിരുന്നു. അപ്പൊ ഇവൻ സ്റ്റാർട്ടിങ് മുതൽ എന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ പൈസ ഉണ്ടോ ഇല്ലെങ്കിൽ കാർഡ് നടക്കാന്ന് പറയുന്നത്. അപ്പം എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ ഞാൻ ആദ്യപ്പോഴേ പറഞ്ഞു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പേഴ്സ് ഇതാണ്. ഈ പേഴ്സിനകത്ത് ഇപ്പോഴും നിങ്ങൾ ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ പ്രൂഫായിട്ട് ഇന്നലെയാണ് ഞാൻ ഈ വീഡിയോ റിയാക്ഷൻ ചെയ്യണം. അപ്പൊ ഈ ഒരു ദിവസത്തിനുള്ളിൽ എന്നാൽ ഞാൻ ഈ പൈസ ഒപ്പിക്കത്തില്ലല്ലോ. $700 എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നത്. കാരണം $1200 ഉണ്ടായിരുന്നതിൽ $500 അവിടെ ടോട്ടൽ സ്പെൻഡ് ആയിട്ടുണ്ട്. അതായത് പൈസ ആയിട്ട് മാത്രം കേട്ടോ, കാർഡിന്റെ കാര്യം ഞാൻ വഴിയെ പറയാം. അപ്പൊ ഇത്രയും പൈസ എപ്പോഴും എന്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. ഇത് 2 വർഷമായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്ന പൈസയാണ്. ഓരോ തവണ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പൈസ മാറ്റി വെച്ച്. അപ്പൊ അതിന്റെ പുറമെ ആ പൈസ അല്ലാണ്ട് ഇതിപ്പോഴും അന്നും ഇരിക്കുന്നുണ്ട്. അതിന്റെ പുറമെ ദാണ്ട് സൗദിയിലുള്ള 500 റിയാല്, 600 700 റിയാല് സൗദി പൈസ, അതുപോലെ ബഹ്റൈന്റെ പൈസ ഒരു 30-40 ദിനാർ, അതൊരു 400-500 ദറംസോളം അതും വരും. അല്ല, 400 ദറംസ്. ആ പൈസയും ഇന്ത്യൻ മണിയൊക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിന്റെ ഇതിൽ എനിക്ക് പറഞ്ഞ അവരെടുത്ത് അവര് തരുന്ന ഒരു സാധനങ്ങൾ എനിക്ക് ഭയങ്കര അവർ കാണിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് പോകാൻ വേണ്ട എന്നുള്ള രീതിക്കാണ് ഞാൻ ആ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്റെ പേഴ്സും എന്റെ ആദ്യം തന്നെ എനിക്ക് ജെന്നോട് പറയാനുള്ളത്, നിങ്ങളൊരു ബ്രേവ് ഗേൾ തന്നെയാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് ചങ്കൂറ്റത്തോടെ നേരിട്ടല്ലോ. അപ്പൊ ഈ പൈസയുടെ കാര്യം എന്താന്നുള്ളത് മനസ്സിലായത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളത് ഇന്ത്യയിലാണെങ്കിൽ ഫോറിനിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഓരോ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം 50-100 കൂളിംഗ് ഗ്ലാസ് ഒക്കെ 200-300 കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരായാലും ഒരു വേറെ അതർ കൺട്രീസിൽ പോകുമ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ വരും. പിന്നെ ഒന്നാമത് ഒരു പെൺകുട്ടിയാണ്, ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പൊ ഒരുപാട് കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലല്ലേ. അപ്പൊ അവരുടെ സേഫ്റ്റി നോക്കിയിട്ടാണല്ലോ അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിനൊന്നും നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ രണ്ടാമത് വന്ന കാര്യം തന്നെയായിരുന്നു, അതായത് ആ ഡോങ്കിയുടെ പുറത്ത് കയറുമ്പോൾ അത്രയും കാര്യമുള്ള വീഡിയോസ് നിങ്ങൾ ഷൂട്ട് ചെയ്തു, എന്തുകൊണ്ട് അവൻ അത് കയറുകയാണോ, നിങ്ങൾ പറഞ്ഞിട്ട് അവരെ കയറ്റിയതാണോ അതിലേക്ക് എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും അത് എല്ലാവർക്കും തോന്നാവുന്ന കാര്യമാണ്. കാരണം ഷിംജിതയുടെ കേസൊക്കെ അറിയാലോ. കാരണം ഇന്ന് സമൂഹത്തിൽ അങ്ങനെ നടക്കുന്നത്, കാരണം റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ചില ആൾക്കാർക്ക് മടി ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ സംശയത്തിന്റെ കണ്ണിലൂടെ കാണാനേ പറ്റുള്ളൂ. പക്ഷെ അവരെന്നെ പറയുന്നുണ്ട് അത് അങ്ങനെയല്ല, അതായത് ക്യാമിന്റെ ബാറ്ററിയുടെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് തന്നെ ക്ലിപ്പാക്കിയിട്ടാണ് ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എനിക്കത് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് അവർ കൃത്യമായിട്ട് അവരുടെ ഇപ്പൊ എക്സ്പ്ലനേഷനിൽ വീഡിയോ ടൈൽ പറയുന്നുണ്ട്. ബാഗിൽ വെച്ചിട്ട് ഈ DJ ക്യാമറയിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഓരോ തവണയും സൈഡിൽ ക്ലിക്ക് ചെയ്യുന്നത് ഓണാവാൻ വേണ്ടിയിട്ടും ഓഫ് താനെ ഓഫായി പോകും, സ്ക്രീനും ഓഫായി ഇടയ്ക്ക് പോകണം. ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനിത് കയറുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? അപ്പൊ പറഞ്ഞാൽ അതെ. നിങ്ങൾ എങ്ങനെ നടന്നാണോ വരുന്നതെന്ന് ചോദിച്ചു. അത് എന്തുകൊണ്ടാ ചോദിക്കുന്നത് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരാൾ മ്യൂളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് വേറെ 2 ആൾക്കാർ മ്യൂളിൽ പോകുന്നത് കണ്ടു. അപ്പൊ ഞാൻ കരുതി ഇത്രയും മെഗലിലോട്ട് കയറുന്നില്ല, ചിലപ്പോൾ ഇവനൊരു മ്യൂളിൽ വരുന്നതായിരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്, നീ നടന്നാണോ വരുന്നത്, അല്ലാതെ എന്റെ കൂടെ കയറി ഇരിക്കാൻ ഞാൻ പറഞ്ഞതല്ല. ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവനെ പിടിച്ച് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള. ആ സാധനത്തിന് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു മ്യൂൾ എന്ന് പറഞ്ഞ സാധനം വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നു എന്റെ വെയിറ്റൊക്കെ അതിന് ഉണ്ടാവത്തുള്ളൂ. അതൊരു ചെറിയൊരു അനിമലാണ്. ആ ഒരു അനിമലിന്റെ മേഖല ഞാൻ കയറിയിരിക്കുമ്പോൾ ഞാൻ കംഫർട്ട് അല്ലായിരുന്നു. എനിക്ക് പിടിച്ചിരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് തിന്നുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അവനെ കയറിയിരിക്കാൻ പറയുന്നു ഒരിക്കലും ഇല്ല. ഇൻ ബിറ്റ്വീനില് നമ്മളിങ്ങനെ മേലെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇതിനെ അടിച്ചിട്ട് ഇത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ മേഖലോട്ട് പോകുമ്പോൾ ഇവനാണ് ഇതിന്റെ മേലെ ചാടി കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ചാടി കയറിയ സമയത്ത് ഞാൻ ഇവനോട് പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ എന്റെ മേഖലിൽ കയറിയത്, ഇത് നമ്മളുടെ വെയിറ്റ് താങ്ങുമെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് നിന്നെയും എന്നെയും പോലെ ഇന്നും 2 ആൾക്കാർ ഇരുന്നാലും ഇത് താങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയം മുതലേ എനിക്ക് ഇപ്പോൾ ഇരിക്കുന്നതിന്റെ ഒരു അൺകംഫർട്ടബിൾ മാത്രമേ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി രണ്ടാമത് ഈ പറഞ്ഞ ഒരു കുറച്ചുകൂടെ ദൂരം മുകളിലോട്ട് പോയപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു മരത്തിന്റെ കൊമ്പ് എന്തോ ഒടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല. അതിനുശേഷമാണ് ഈ പുള്ളി ഈ പറഞ്ഞ മ്യൂളിൽ വീണ്ടും തിരിച്ച് കയറിയതിനു ശേഷം ഓരോ പ്രവർത്തികളും ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് എന്തായാലും ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അത് ഉൾക്കൊള്ളിച്ചത് ഏറ്റവും നന്നായി. കാരണം ഒരുപാട് ആൾക്കാർക്ക് വന്ന സംശയമായിരുന്നു,
അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇടുന്നത് 25 ലൈക്ക് കഴിഞ്ഞു ഒരു കമന്റിന്. പക്ഷെ അയാൾ ആ കുതിരപ്പുറത്ത് കയറുന്ന ഭാഗം കട്ട് ചെയ്തു മാറ്റിയിട്ടുണ്ട്. അതെന്താണ് എന്നുള്ള ചോദ്യം. അപ്പൊ ഈ കമന്റ് ഇട്ട ആൾക്കാർക്കൊക്കെ അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇതിന്റെ പിറകെ തന്നെ അതിനെ പോയിട്ട് സൈബർ അറ്റാക്ക് ചെയ്യാനോ നീ ആ ഉദ്ദേശത്തോട് കൂടിയാണോ എന്നുള്ളത് ചോദിക്കാൻ നിൽക്കണ്ടേ? എന്തിനാ വെറുതെ? ഈ പറഞ്ഞ സാധനത്തിൽ ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുവാണ്. ഇതിനപ്പുറത്ത് എനിക്ക് എങ്ങനെ വീഡിയോ എടുക്കാനാണ്, ഇവൻ കയറിയതായിക്കോട്ടെ ഇവൻ അല്ലാതെ ചോദിച്ചതായിക്കോട്ടെ എന്ന് എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അതൊരു എഡിറ്റഡ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മിനിമം അത് എടുക്കണ്ടേ, അത് എടുത്തല്ലാതെ എഡിറ്റ് ചെയ്തെങ്കിലും മാറ്റാൻ പറ്റത്തുള്ളൂ. ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. എന്റെ കയ്യില് അതാ ഇത് കണ്ടോ ഇങ്ങനെ ഞാൻ പിടിച്ചിട്ട് ഇരിക്കുവാണ്. ഈ പിടിച്ചതിന്റെ ഇടയിലാണ് ഞാൻ ഓൺ ആക്കിയിട്ട് ആ സൈഡിൽ പിടിച്ചത്. അപ്പൊ എന്റെ ക്യാമറ ഓൺ ആണ്. പിന്നെ ഇതിൽ 58 മിനിറ്റ് ആണ് ബാലൻസ് കാണിച്ചിട്ട് മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പെട്രോൾ പേരുടെ മുതൽ ടോട്ടൽ 88 ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിന്റെ മേഖലയിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആകെ 16 മിനിറ്റ് എങ്ങാണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാ എന്തൊക്കെയാ സംഭവിക്കുക എന്നുള്ളതൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ ഇടയിൽ മതം കുത്തിക്കയറ്റുന്ന കുറച്ച് ആൾക്കാർ അവിടെ അങ്ങനെയല്ലേ പറഞ്ഞത്, ഇവിടെ ഇങ്ങനെയല്ലേ പറഞ്ഞത്, എന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടൂ. ഒരു കമന്റ് വായിക്കാം. ഒരു അന്യ പുരുഷനും സ്ത്രീയും ഒറ്റയ്ക്ക് ഉള്ളിടത്ത് മൂന്നാമതായി ഇബ്ലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് നബി വചനം. എന്തേ നമ്മൾ അതൊന്നും മറന്ന് ഇത്രയും ലോങ് യാത്രയിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര പോകാൻ പാടുണ്ടോ ചോദിക്കുകയാണ്. പാടുണ്ടോ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അറിയണില്ല. നിങ്ങൾ അങ്ങനെ വീട്ടിൽ അടച്ചിരിക്കുകയാണെങ്കിൽ ഇരുന്നോളൂ. അതേപോലെ അവിടെ മറ്റുള്ളവരെന്ന് നമുക്ക് പറയാൻ പാടൂ. 1940 50 ഒന്നും അല്ല, കാലം മാറി. പെൺകുട്ടികള് വീടിന്റെ അകത്ത് അടച്ചിരിക്കണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടേക്കും പോകാൻ പാടില്ല എന്നുള്ള നിയമമൊന്നും ഇപ്പോഴൊന്നും ഇല്ല. അങ്ങനെ ആരും ഇപ്പൊ നോക്കാരും ഇല്ല. അവനവന്റെ ഇഷ്ടമാണ്. കാരണം ഈ ഒരു കേസിനെ ഫോളോ ചെയ്യുക, ഈ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് പിന്നാലെ പോകാൻ ഒരു മിനിറ്റ് പോലും എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതിലോട്ട് പോവാത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പറ്റിയത് പറ്റി, ഇനി നമ്മൾ ശ്രദ്ധിക്കുകയല്ലാണ്ട് വേറെ വഴിയില്ല. പിന്നെ എനിക്ക് നീതി വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവിടെ നിന്ന് കെട്ടിയെടുത്ത് ജോർദാനിലോട്ട് പോകുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷിവറിങ് വരുവാണ്. അത് അനുഭവിച്ചവർക്കേ അത് അറിയത്തുള്ളൂ. അതേപോലെ ട്രോമ വന്ന ആൾക്കാർക്ക് പിന്നെ അവിടെ ഏരിയ അല്ലെങ്കിൽ സ്ഥലം കാണുമ്പോൾ പഴയതൊക്കെ ഓർമ്മ വരും. പോകാതിരിക്കുന്നത് നല്ലത്. നിങ്ങളുടെ മാത്രം കാര്യമാണ് കേസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. എന്നാലും എനിക്ക് പറയാനുള്ളത്, ഒരു ഇന്ത്യൻ ഫോറിൻ എംബസി ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെന്ത് സേഫ്റ്റിയാണ് ഇവർക്കൊക്കെ ഉറപ്പ് വരുത്തുന്നത്? അതായത് ചില കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേസ് കൊടുക്കാതെ തന്നെ സ്വമേധയാ പോലീസ് കേസ് എടുക്കുകയും അതിനെതിരെ അന്വേഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഫോറിൻ എംബസിയിലും വരണം. അത് ഇന്ത്യൻ ഫോറിൻ എംബസി മാത്രമല്ല, വേറൊരു ഒരു രാജ്യത്തേക്ക് ഒരാൾ വരുമ്പോൾ അവരുടെ സേഫ്റ്റി കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനത്തെ നിയമപ്പെട്ട ആൾക്കാർ അതിൽ ചുമതല ഏറ്റെടുത്ത് സ്വമേധയാ കേസ് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളൊരാൾ പറഞ്ഞുകൊണ്ട് ഇതൊന്നും കേൾക്കാനോ ആൾക്കാരൊന്നും പോവില്ല. അവർക്ക് അതിന്റെ പിന്നാലെ നടന്ന സമയം കളയാനില്ല എന്ന് പറയുന്നു. കാരണം പേടിയുണ്ടാവും, ട്രോമ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ എംബസികൾ ഇതേപോലെ തന്നെ അവരുടെ അനുവാദം വേണം കേസ് രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതേപോലത്തുള്ള പ്രശ്നങ്ങളിൽ അവരായിട്ട് തന്നെ ഇടപെട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ആൾക്കാർ സേഫ് ആയിരിക്കും. അതിപ്പോ ഇന്ത്യൻ എംബസി മാത്രമല്ല, ഇപ്പൊ ഏത് രാജ്യത്തായിക്കോട്ടെ, പുറമേയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ തല്ലണ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഫോറിനേഴ്സിനെ അത് ബീച്ചിലായിക്കോട്ടെ, ഇപ്പൊ ബീച്ചിൽ ഒരു ഫോറിനറിനെ തല്ലിയത് അത് നമ്മൾ മലയാളീസാണ് തല്ലി ഇറക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ, സ്വമേധയാ കേസ് എടുക്കാൻ ഫോറിൻ എംബസികൾ തയ്യാറാവണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൽ ആകെ ഇവർക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ അയാളോട് പോയി പ്രതികരിക്കണം അല്ലെങ്കിൽ അയാളെ പോയി തല്ലണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അത് വീഡിയോ എടുത്തില്ല, അത് മറന്നതായിരിക്കാം. പക്ഷെ അത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ഒരു പ്രൂഫായിരുന്നു. ഇപ്പൊ എന്ത് കാര്യമാണെങ്കിൽ പ്രൂഫിന്റെ ബേസിലാണ്, അതറിയാലോ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ആ ധൈര്യത്തെ ഞാൻ സമ്മതിക്കുന്നു. ഇനി ഇതിന്റെ പേരിൽ ഈ ട്രാവൽ വ്ളോഗ്സ് നിർത്തുക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ക്വിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ആക്കണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എല്ലാ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒറ്റയ്ക്ക് പോകണം. ഒരാളെ പോലെ തന്നെ അല്ലല്ലോ ബാക്കിയുള്ള ആൾക്കാർ, നല്ല ആൾക്കാരുണ്ട്. അപ്പൊ അവനവന്റെ സേഫ്റ്റി കണക്കിലെടുത്ത് ബാക്കി യാത്രകളെല്ലാം ചെയ്യണം. അപ്പോൾ വെരി ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ധൈര്യത്തിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം, അല്ലാണ്ട് പറ്റില്ലല്ലോ. കാരണം എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത്. അതൊക്കെ ചുരുക്കം ചിലർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയിൽ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ എന്തെങ്കിലും കാണാം. ബൈ.